അതാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി ചിന്തിച്ച് എൻ്റെ മനം തകരുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ബെഡിൽ പോയി ഇരുന്നിട്ട്, ബെഡിൽ പോയി കിടന്നിട്ട് ചിന്തിച്ച് നിങ്ങളുടെ മനം തകരാറില്ലേ? കരയാറില്ലേ? മുറി പൂട്ടിയിട്ടിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയി ഷവർ തുറന്ന് കരയാറില്ലേ? ചിലപ്പോൾ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് കരയാറില്ലേ? അവരൊരു ഇച്ചിരി മദ്യത്തിലോ ഇച്ചിരി ലഹരിയിലോ. ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത് കരയാൻ മനസ്സില്ലാത്തതുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുക, വീഡിയോയിലൂടെയൊക്കെ. പക്ഷേ മക്കളെ കരയണോടാ. യുവാക്കളെ കരയാൻ തോന്നുമ്പോൾ കരയണം. ഒച്ചത്തിൽ കരയാൻ തോന്നുമ്പോൾ ഒച്ചത്തിൽ കരയണം. പൊട്ടിക്കരയാൻ തോന്നുമ്പോൾ പൊട്ടിക്കരയണം. എന്താണെന്നറിയോ? നിനക്ക് മുമ്പേ 33 വയസ്സുകാരനായ ഈശോ മാർത്താടെയും മറിയത്തിൻ്റെയും മുമ്പിൽ കരഞ്ഞവനാണ്, കണ്ണുനീര് പൊഴിച്ചു എന്നാണ് പറയുന്നത്. നിനക്ക് മുമ്പേ ഗെത്സമൻ തോട്ടത്തിൽ ഈശോ നിലവിളിച്ചവനാണ്. തീർത്തും ഒരു യുവാവാണ് ഈശോ. ജെറുസലേമിലെ സ്ത്രീകളുടെ മധ്യത്തിൽ വെച്ച് ഈശോ കരഞ്ഞു. അതുകൊണ്ട് നീ കരയാൻ തോന്നുമ്പോൾ കരഞ്ഞു തീരണം. ജീവിതത്തിലേറ്റ ഓരോ മുറിവുകളും ഈശോ നിങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്ന് ഈശോ അറിഞ്ഞിട്ട് നിങ്ങളുടെ മുറിവുകൾക്ക് സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾക്കും എനിക്കും മുമ്പേ ഈശോ കടന്നുപോയി. മുറിവേൽപ്പിച്ചവരെല്ലാം നിരപരാധികളാണ്, മനസ്സിലാക്ക്. എന്നിട്ട് ഈശോയ്ക്ക് കൊടുത്തിട്ട് നിരുപാധികം അവരോട് ക്ഷമിക്കുക, നിരുപാധികം അവരെ നിരപരാധിയായി കാണുക. എന്നിട്ട് നീ കരയണമെങ്കിൽ കര. ഇന്ന് രാത്രി അവൻ വരും. നിന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള കരച്ചിലായിരിക്കണം. അതാ വിലാപങ്ങൾ പറയും, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി ചിന്തിച്ച് എൻ്റെ മനം തകരുകയാണ്. 22-ാം വാക്യം, എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകുന്നു, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ.